കേരള പോലീസിൻ്റെ അവിടെ കേട്ടോ. അത് ജയിലും കയറുള്ള പയ്യ ഫുള്ളാണ് കേട്ടോ. റൈഡിൽ കയറാനുള്ള ആൾക്കാരെ തിരക്കും കയറുന്ന കേട്ടോ കാണുന്നത്. എല്ലാവരും കിടന്ന് കൂക്കി വിളിക്കുന്നുണ്ട്. ഇതിന് മെഷീൻസ് വരെ വന്നാൽ നമ്മൾ അതിൽ കയറ്റാന്നാ, പിള്ളേരുടെ കയറ്റാന്നാവോ. ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. ഇതിനെ കാണാറ് കേട്ടോ അതിനകത്ത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ റിയർ ബ്രേക്ക്. ഗായ്സ്, ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് വെറുതെ ഒരു തൃശ്ശൂർ വരെ ഒന്ന് പോവാണ്. എന്താ വെച്ചാൽ നമ്മൾ എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാണ്. തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് നടക്കുന്ന എക്സിബിഷൻ ഉണ്ടല്ലോ, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അപ്രോക്സ് ഒരു 27 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ എക്സിബിഷൻ നടക്കുന്നിടത്തേക്ക്. ഞാനിപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി എത്തി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയും അവിടെ എത്തിയിട്ടുള്ള എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സംഭവമുള്ളത്, ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ ടൈം ഇപ്പോൾ ഏകദേശം ഒരു 4:34, 4:30. അപ്പോൾ നമ്മളിപ്പോൾ വൈകിട്ടാണ് ഇറങ്ങിയേക്കണേ എക്സിബിഷൻ കാണാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങിയാലും ചൂടാണ്, ഉച്ചയ്ക്ക് ഇറങ്ങിയാലും ചൂടാണ്. ഫുള്ള് ഭയങ്കര വെയിലാണ്. അപ്പോൾ സമ്മർ സീസണായിട്ട് ഭയങ്കരമായിട്ട് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒക്കെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കുക. കാരണം ഈ സമ്മറിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് കുറേ ദൂരം പോകുന്ന എളുപ്പമല്ല. ഭയങ്കരമായിട്ട് ഹീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹോപ്പ്ഫുള്ളി നമുക്ക് ഇനിയും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് സീരീസ് പോലെയൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വരും. നമ്മളിപ്പോൾ വിയൂരെത്തി കേട്ടോ, വിയൂർ ജയിലിൻ്റെ ഭാഗത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്ക് റൗണ്ടിലേക്ക്. നമുക്ക് റൗണ്ടിൽ കയറിയിട്ട് പാർക്കിങ് കാര്യങ്ങളൊക്കെ നോക്കണം. എന്നിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് തരാം. അപ്പോൾ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറാൻ പോകട്ടോ. ഇവിടെ നമുക്ക് എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് പോകണം. ഇവിടെ റൈറ്റിലാണ് എക്സിബിഷൻ നടക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് പാർക്കിംഗ് നോക്കണം. മേ ബി ഒരു റൗണ്ട് അടിക്കേണ്ടി വരും. ഐ തിങ്ക് ദിസ് ഈസ് ദ വേ. അതിനെ ഇതുവഴിയാണ്ടോ എല്ലാവരും കയറ്റി പറഞ്ഞേ. നമുക്ക് ഇതുവഴി കയറാം. നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെന്ത് പൂരത്തിന് തിരക്കുണ്ടല്ലോ. 2 വീലേഴ്സ് പാർക്ക് ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാലോ. ഞാനേ ഇതെങ്ങനെയാലും ഒന്ന് പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത് അവിടെ എത്തിട്ടോ. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ ഷാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഇസാഫിൻ്റെ ബാങ്ക്, എത്ര ബാങ്കുണ്ടായി അവിടെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സ് എടുക്കണം. ടിക്കറ്റ്സ് എടുക്കണം അകത്ത് കയറാൻ. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറൊക്കെ നോക്കണം, കാരണം നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പുറത്ത് തന്നെ കുറച്ച് കൗണ്ടേഴ്സും കാര്യങ്ങളുണ്ട്. ഫുഡാണ് കേട്ടോ മെയിൻ. ഇനി ബാക്കിയാണിത് എന്താണ് കേട്ടോ എക്സിബിഷൻ്റെ ഹോളും കാര്യങ്ങളും ഇതിനകത്ത് കയറേണ്ടത്. ഒക്കെ ടെമ്പററി സെറ്റുകളും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇനി ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എവിടെ നോക്കട്ടെ, എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്ത് കയറാം. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് എടുത്ത് ഈ കൗണ്ടറിനകത്ത് ടിക്കറ്റ് എടുത്ത് ദൈവമേ ഒരു 50 ക്യൂ കേട്ടോ. 4, 5, 6 ക്യൂ ഒക്കെ കിടക്കണേ. അപ്പോൾ ഞങ്ങളിപ്പോൾ അകത്ത് കയറട്ടെ. ഞാൻ അകത്ത് കയറാൻ അടുത്ത ക്യൂ തകർക്കും. അകത്തൊന്ന് കയറട്ടെ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ എക്സിറ്റിൻ്റെ കൂടെ കയറാൻ പോവാം. ഞങ്ങൾ ഈ വഴി തന്നെ പോകാൻ നിൽക്കുക കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്യാപ്പ് കിട്ടി, ഇതിനെ പോവാം. അടിപൊളി. ഇത് കയറി വരുമ്പോൾ തന്നെ ഭയങ്കര റോഡ് കേട്ടോ. എക്സിബിഷൻ കാണാൻ വന്നിട്ട് ഒന്നും കാണാണ്ട് പോകാൻ പറ്റുമോ? ഇത്തിരി തിരക്കൊഴിഞ്ഞ് കേസ് ഇവിടെ രാജസ്ഥാൻ റോയൽ പ്രിൻ്റ് ആൻഡ് ഹാൻഡ്ലൂംസ് എന്നുള്ളൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാണ്ട്.
അതെ, ഏതെടുത്താലും 30. നമ്മളിപ്പോൾ അവിടെ എത്തി. ഏതെടുത്താലും 30, ഏതെടുത്താലും 30 അടുക്കാൻ പറ്റണില്ല. ആ പാത്രങ്ങൾ കാര്യങ്ങൾ ഇതൊന്നും ആർക്കും വേണ്ടേ, ആരും നോക്കണ പോലും ഇല്ലല്ലോ. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കാൻ പറ്റില്ല. നടുവ് കൂടെ നടക്കുക. അടിപൊളി, നല്ല എക്സിബിഷൻ. ഞാൻ ഉദ്ദേശിച്ച എക്സിബിഷൻ ഇങ്ങനെയല്ല. വുഡൻ്റെ ഐറ്റംസ് നല്ല ഉണ്ട്. ഷോപ്പിലൊക്കെ കയറണമെന്നുണ്ട്, പക്ഷേ കയറി കഴിഞ്ഞാൽ ഇതേ ഇറങ്ങാൻ പറ്റില്ല. ഗൈസ്, ഇതേ വാച്ചിൻ്റെ സെക്ഷൻ കാണില്ല കേട്ടോ. ഇവിടെ കുറച്ച് ലൈറ്റൊക്കെ കുറവുണ്ട്. ക്ലിയറൊക്കെ എങ്ങനെയാണെന്നൊരു പിടിയില്ല. ഫുള്ളും സൺഗ്ലാസിൻ്റെ സെക്ഷനല്ലോ. പൊളിയാണല്ലോ. വൈഡ് വെറൈറ്റീസ് ഓഫ് സൺഗ്ലാസസ്. 3 100 രൂപ. അതെവിടെ? ആ അയ്യോ ദൈവമേ, ഇതെങ്ങനെ മൈക്കിലോ അതെങ്ങനെ വെച്ചേക്കണേ? കോഫി മഗ്സും കാര്യങ്ങളൊക്കെ കൂടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ സെയിലായി പോയതാണോ അതോ എടുത്തിട്ട് പോയതാണോ? ഇവിടെ ഫുള്ളും ഗ്ലാസ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഷോപ്പുകളിൽ കേട്ടോ. കേട്ടോ അത് പെട്ടതിനകത്ത് ഒന്നും കാണാനില്ല. അതേക്ക് ലേഡീസിനൊക്കെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് ബാഗൊക്കെ ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അവിടെ നിറച്ചും ലേഡീസ് ബാഗും തന്നെ കേട്ടോ. ഇവിടെ നല്ല ചെരുപ്പിൻ്റെ കളക്ഷൻസ് നല്ല കാണുന്നുണ്ട്. അതല്ല മണിയത്. ഇപ്പോൾ നമ്മൾ പഴയകാല മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂളിലാണ്. ഇത് നൈസാണ് കേട്ടോ. ഇത് വോയിസും കാര്യങ്ങളൊക്കെ എത്ര കൊണ്ട് കീറാവുന്നൊരു പിടിയില്ല കേട്ടോ. നമ്മുടെ ജീരക മിഠായി, നാരങ്ങ മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെൻസ് മിഠായി, അങ്ങനെ എല്ലാ മിഠായും കാണുന്നുണ്ട് കേട്ടോ. ഇത് റേറ്റ് പറഞ്ഞത് എല്ലാവരും തന്നെ 30 രൂപ കേട്ടോ. ഏതൊരു തന്നെ 30 രൂപയുടെ പാക്കിങ് ആണ് കേട്ടോ. അവിടെ കടല മിഠായി വരുന്നുണ്ട് കേട്ടോ. ഈ പണ്ടത്തെ ജഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറി ഇത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനൊരു ഗേറ്റ് ഓപ്പണിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഇതിനെ ചേർന്ന് നല്ല എക്സിബിഷൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അതിനകത്ത് കൂടി ലൈൻസ് കാണുന്നുണ്ട്. ഇങ്ങനെ പോയിട്ട് അതിനെ കറങ്ങി തിരിച്ചിട്ട് നമുക്ക് ബെറ്റർ. ഇപ്പോൾ ഗായ്സ്, ഇതേ നമ്മളിപ്പോൾ ഇവിടെ ഐസ്ക്രീമിൻ്റെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീമിൻ്റെ സ്റ്റാളുണ്ട്. ഇനി ഇതേനെ പോയിട്ട് അതിനെ കറങ്ങി വീണ്ടും ഇതേ സ്റ്റാൾ വീണ്ടും ഇതിനകത്തൂടെ പോകുന്നുണ്ട്. ഇതേ ജയ്പൂർ എക്സ്ക്ലൂസീവ് ബാംഗിൾസ് എന്നൊക്കെ ചെയ്തിട്ട് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ട് നേരെ നമ്മൾ സ്റ്റാൾ അങ്ങോട്ട് പോവും, പിന്നെ കറങ്ങി തിരിഞ്ഞ് പോവും. അപ്പോൾ അതിനകത്തൊന്നും പോകാൻ വയ്യ, ഒന്നാമതൊന്നും കാണാനില്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ പുറത്ത് കൂടെ സ്റ്റാൾസ് കാണാം. അത് ഇടയ്ക്ക് ഇങ്ങനെ ഗേറ്റ്സൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് ചാടി രക്ഷപ്പെടുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ചില സ്റ്റാളുകൾ ഒഴിവായിട്ട് കിടക്കണം കേട്ടോ. ഒഴിഞ്ഞ് കിടക്കണം ചില സ്റ്റാൾസ്. വാട്ടർ പ്യൂരിഫയറിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് അവിടെ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മിക്കവാറും കോപ്പിറൈറ്റൊക്കെ അടിക്കുക അവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇവിടെ കൂടുതലും ട്രാവൽസ് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ. പിന്നെ സ്റ്റഡി, അബ്രോഡ് സ്റ്റഡീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഫിഷുകളുടെ ബീറ്റാ ഫിഷുകളുടെ തന്നെ ഒരു ചെറിയൊരു കളക്ഷൻ കാര്യമായിട്ട് നമുക്കൊന്ന് നോക്കി വെക്കാം. ബീറ്റാ ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇഷ്ടംപോലെ ബീറ്റാ ഫിഷസ് ഉണ്ട് കേട്ടോ. ഹലോ ഹലോ, കുറേ ഉണ്ട് കേട്ടോ. ബീറ്റാസ് ഹോൾസെയിലാണ് ഡീറ്റെയിൽസ്. ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് കേട്ടോ ബീറ്റാസ് കൊണ്ട്.
അടിപൊളി ഫൈറ്റേഴ്സ് അല്ലേ ഇതിനെ കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. പോവാ പ്ലാൻസും കണ്ടൊക്കെ കേട്ടോ. ഇതൊക്കെ അടിപൊളി സാധനം കേട്ടോ. ഏതെടുത്താലും 200 അല്ലേ? അത് കൊള്ളാലോ ഗായ്സ്. പിന്നെ അത് ഈ ഏരിയയിൽ കുറച്ച് തിരക്ക് കുറവാണ് കേട്ടോ. അവിടുത്തെ അപേക്ഷയായിട്ട് ഇവിടെ നല്ല തിരക്ക് കുറവുണ്ട്. ഇവിടെ പിന്നെ ചെറിയ ചെറിയ സ്റ്റാളുകൾ, അവിടെയാണ് കൂടുതൽ ഷോപ്പിങ്ങിനായിട്ട്. ഇവിടെ കൂടുതലും ഡ്രസ്സസ്, പിന്നെ നമ്മുടെ ഇങ്ങനത്തെ ഓരോ ട്രാവൽസ്, എഡ്യൂക്കേഷൻസ്, അങ്ങനത്തെ ഓരോ സ്റ്റാളുകളാട്ടോ ഈ ഭാഗത്ത്. അവിടുത്തെ അത്ര വലിപ്പമുള്ള സ്റ്റാൾസൊന്നും ഇവിടെ ഇല്ല. പിന്നെ പകുതി ആൾക്കാർ അതിനെ ചാടി ഇറങ്ങി, വിൽക്കുന്നവർക്കും കൊള്ളാൻ വയ്യാണ്ട് ഓരോ ചെറിയ ചെറിയ മെഷീനേഴ്സ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ. ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട് ഏരിയയുണ്ട്. നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ആദ്യം ഇതിനകത്തൊന്ന് കിടക്കട്ടെ. ഇതിനകത്തൊന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതിവിടെ അച്ചാറുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അച്ചാർസ് ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ അച്ചാറാന്നാവോ ഒരു പിടിയില്ല, ഇഷ്ടംപോലെ അച്ചാറുണ്ട്. നമുക്ക് അച്ചാറിനോട് അധികം ക്രേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ പോവാം. ഐസ് ഇവിടെ ഫുള്ളും ചെടികളുടെ കേട്ടോ. ഇവിടെ ഫുള്ളും നല്ല നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേ വീണ്ടും ബാഗുകളുടെ കളക്ഷൻ എത്തി. അതിനകത്ത് ഫുള്ളും ചപ്പൽസ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വാങ്ങേണ്ടവർക്ക് വാങ്ങാം. നമ്മൾ ഷോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് ഷോപ്പ് ചെയ്തപ്പോൾ അത്യാവശ്യം കുറച്ച് ബാർഗെയിൻ ചെയ്യേണ്ടി വരും. ബാർഗെയിൻ ചെയ്ത് അത്യാവശ്യം നല്ല റേറ്റിന് കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല കത്തിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം ബുക്സ് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. പക്ഷേ കളക്ഷൻസ് ഒന്നും അധികം കാണാനില്ല. ഇലക്ട്രിക് സ്കൂട്ടീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ടെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. പിന്നെ നമ്മുടെ ബയോഗ്യാസിൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ടുണ്ട്. എഗെയിൻ ഇതെന്താ ഓപ്പണിങ് സോൺ, ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. ഓ, ക്യാമറ റെൻ്റൽസിൻ്റെ ആണല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. മൊബൈൽസിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യണം എൻ്റെ ഒരു ഔട്ട്ലെറ്റ് കേട്ടോ. പഠിപ്പിക്കണതിൻ്റെ ചെപ്പുകളുടെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ്. പിന്നെ സ്ക്വാഷസ് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ്. പിന്നെ അതെ കൊള്ളാലോ. ഇത് മറ്റേ ടെറാക്കോട്ട ഐറ്റംസ് തോന്നണം കേട്ടോ. അതെ, ആ ഐറ്റംസ് തോന്നണം. ലക്കി ഡ്രോ കോൺടെസ്റ്റ്. ഇതിപ്പോൾ എന്താ ഒരു പിടിയില്ല. അപ്പോൾ ഞങ്ങളത് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. ഇതിനൊരു എക്സിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് രക്ഷപ്പെടാം. തിരക്കായി. യെസ് വിട്ടു കൈസ്. ഇതിനങ്ങോട്ട് കയറാൻ പറ്റില്ല, ഇതിന് എൻട്രൻസ് ഇല്ല. നമുക്ക് മരണക്കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൂടെ തന്നെ പോകണം. അപ്പോൾ ഗായ്സ് ഇത് മരണക്കിണർ കേട്ടോ. അതിനകത്ത് ഭയങ്കര നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പറ്റിയെങ്കിൽ ഒന്ന് കയറി നോക്കി വെക്കാം. ഗായ്സ് ഇവിടെ പിള്ളേരുടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർ ഒരേ പെട്ടാ. ഇതിപ്പോൾ അവരുടെ പാരൻസുകളിലൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ എന്തൊക്കെ ടൈപ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ കയറ്റാന്നോ, ആ പിള്ളേരുടെ കയറ്റാന്നാവോ? ചേട്ടാ ടിക്കറ്റ് നമുക്കതിൽ കയറാൻ പറ്റും, നോക്കി നോക്കാം. നോക്കൂലേ? പിള്ളേരൊക്കെ അടിച്ചു പൊളിക്കുകയാണല്ലോ. ഇതേ വൈബ്. ഇതേ ഇത് കിടന്ന് തിരിയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഒച്ചയുമ്പോഴൊക്കെ ഉണ്ടാക്കണ്ട, നമുക്കതിൽ പോകണ്ട. ഒച്ചയുമ്പോഴൊക്കെ ഉണ്ടാക്കണ്ട്. എല്ലാവരും വീഡിയോസും കാണലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പിള്ളേർ കയറണം കാര്യങ്ങളൊക്കെ വൈബാണ്. എന്തായാലും അതൊക്കെ നീന്തണതൊക്കെ, മീനൊക്കെ നീന്തണം വെള്ളത്തിൽ. ഈ കൊടുത്ത നീന്തണ മെഷീൻസ് വരെ വന്നാ അവർ റൈഡ് തുടങ്ങിയണമെങ്കിൽ അവർ ഈ ഒച്ചയുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിട്ടോ. പക്ഷേ സ്പീഡില്ല അതിനകത്തുനിന്ന്. എല്ലാവരും കിടന്ന് കൂക്കി വിളിക്കുന്നുണ്ട് കേട്ടോ. പൊളി സാധനം കേട്ടോ അത്. ഇതൊക്കെ നൈസ് കേട്ടോ. ഇതൊക്കെ മെറ്റൽസിലുണ്ടാക്കിയ കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. കൊള്ളാം. ഇതൊക്കെ മെറ്റൽസ് കാണണം കേട്ടോ. ഗൈസ് ഇവിടെ ചായ കാപ്പി മറ്റേ ബാംഗ്ലൂർ ടീ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ഈ പാനിപൂരിത്തെ ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡ് കാണാൻ കിട്ടും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം. ഇവിടെ കൂപ്പൺസും കാണാൻ കിടക്കണം തോന്നുന്നു. ഇവിടെ നല്ല ബഹളാട്ടോ, ജനറേറ്ററും ബഹളും
വിങ്ങിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷോറൂമിൻ്റെ ഒരു ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഹോണ്ടയുടെ നമ്മുടെ തൃശ്ശൂർ നോർത്തിലുള്ള തൃശ്ശൂരുള്ള വിങ്ങിൻ്റെ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് 2 ഡാറ് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹൈനസും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഹൈനസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് സീവിതന്നെ RS പറഞ്ഞ മോഡലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഫ്ലിക്കറി ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഹൈനസിൻ്റെ ഒരു മോഡലായിട്ട് നിർത്തിയിട്ടാണ്. സെയിം സ്കൂട്ടീസും കാണുള്ള ഗ്രാസി അങ്ങനെ കാണലൊക്കെ ഇവിടെ നിർത്തിയിട്ടാണ് കേട്ടോ. ഡിയോ പിന്നെ ആക്റ്റീവ 6G കാണലൊക്കെ ഉണ്ട്. പിന്നെ 200X കിടക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ. ഇതൊരു പൊളി സാധനം കേട്ടോ 200X. ഈ റൈഡിൽ കയറാനുള്ള ആൾക്കാരെ തിരക്കും കയറലൊക്കെ കേട്ടോ ഈ കാണുന്നത്. നല്ല ഹൈറ്റ് പോകുന്നുണ്ടോ അവരെ കീഴിലേക്ക് പറഞ്ഞ ഏതാണ് ബാക്കിൽ പിള്ളേർ ഒരേ പൊളി. ആനക്കുട്ടികളായിട്ടൊക്കെ ആനക്കുട്ടറായിട്ട് കയറുതേ അവിടെ പയ്യ ഫുള്ളോണം കേട്ടോ. നമ്മുടെ പഴയത്തെ കൈത്തറി കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഖാദി ഭവൻ്റെ ഒരു സ്റ്റാളിലായിട്ട് കയറിയാണ്. കൈത്തറി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൈത്തറി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡ്രസ്സസും ചൗട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. മെയിനായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാട്ടോ ഫുള്ള് അതിനകത്ത്. ഫുള്ള് സാധനം കേട്ടോ. ദേശത്ത് നമ്മുടെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചകിരി കൊണ്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് കാണാൻ. നമ്മുടെ നാച്ചുറൽ ചവിട്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ചകിരി കൊണ്ടുണ്ടാക്കി കേട്ടോ. അതൊക്കെ കോഴിയൊക്കെ ഉണ്ടാക്കിയതാണ് പൊളി സാധനം. പക്ഷേ റേറ്റും കിട്ടണം 450 രൂപ ഉണ്ട് അതിനകത്ത്. വേറെ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടുണ്ട്. വേറെ വലിയ ചവിട്ടി ഐറ്റംസ് ഉണ്ട്. കൂടുതലും ചവിട്ടീസും കാര്യങ്ങളൊക്കെ അവിടെ. മാത്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇപ്പോൾ KSI സ്റ്റാളിലായിട്ടുള്ളത്. ഫുള്ളും KSI പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ കേട്ടോ അതിനകത്ത് പറഞ്ഞാൽ. കാർഷിക വ്യവസായയുടെ ഏതൊരു സ്റ്റാളാണ് കേട്ടോ. ഫുള്ള് ചെടികളും കാരണമൊക്കെ ഒറിജിനലാണോ എന്ന് അറിയില്ല. നല്ല ഡ്യൂപ്ലിക്കേറ്റ് ആർട്ടിഫിഷ്യലാണ്. പക്ഷേ ഭയങ്കര രസമുണ്ട് കാണാൻ. അതെ നമ്മുടെ ദേവസ്വത്തിൻ്റെ വകയുള്ള സ്റ്റാളും കാര്യങ്ങളുള്ളത്. അതിനകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും ഇതെല്ലാം സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് പോകുന്നു. നമ്മുടെ കേരള പോലീസിൻ്റെ അവിടെ കേട്ടോ. അത് ജയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ജയിൽ ചെയ്ത് പിന്നെ അവരുടെ യൂണിഫോംസ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് അങ്ങനെ ഓരോരോ പൊസിഷനിലുള്ളവരുടെ ഓരോരോ യൂണിഫോംസിൻ്റെ ഷോയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യണം. എന്തൊക്കെയാണ് വെടിയുണ്ടുകൾ മറ്റേ തീരങ്ങി അങ്ങനെ സാധനങ്ങളൊക്കെ അല്ലേ. അല്ല മറ്റേ പഴയ ഗണ്ണില്ലേ ഈ പഴയതര തോക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അതുപോലെ ബോംബ് സ്യൂട്ട് കേട്ടോ. നമ്മൾ ബോംബ് സ്ക്വാഡ് നോക്കില്ല അവരുടെ സ്യൂട്ടും കല്ല കേട്ടോ. പിന്നെ ഹെൽമെറ്റും കല്ലൊക്കെ കേട്ടോ. ഇപ്പോഴത്തെ മാസ്റ്റർ പീസ് കേട്ടോ. പോലീസുകാരുടെ വിൻറ്റേജാണ് കേട്ടോ. ഓഫ് റോഡും കാരണം കയറാൻ വേണ്ടിയിട്ട് സാധനം ചെയ്യണമെങ്കിൽ ഞാൻ 018G9516. ഇപ്പോൾ ഒരു വിൻറ്റേജ് ടൈപ്പ് കേട്ടോ. ഇപ്പോൾ ഒരു ഷോർട്ട് ടൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എക്സിബിഷൻ ഹോളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എക്സിബിഷൻ ഹോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര തിക്കും തിരക്കാണ് ഇപ്പോൾ തന്നെ കണ്ടോ. ഭയങ്കരമായിട്ട് ക്രൗഡ് നല്ല രീതിക്ക് ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. രാത്രി അടിപൊളിയുണ്ടോ സംഭവങ്ങളിലൊക്കെ. അപ്പോൾ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടു എക്സ്പ്ലോർ ചെയ്തു. ഇപ്പോൾ എനിക്ക് വേർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോക്കെ വീഡിയോ കണ്ടിട്ട് നോക്കിയൊക്കെ വേർത്താണല്ലേ നിങ്ങൾ കണ്ടല്ലേ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ ബൈ.